നമസ്കാരം. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ലോക്കപ്പിലെത്തിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് ചിക്കനും ചോറും. സുധാകരനുമായി തലേദിവസമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രതി ചെന്താമരയുടെ പോലീസിന് കൊടുത്ത മൊഴി. അതുപോലെ തന്നെ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്നും വൈദ്യപരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലുള്ള ചെന്താമരയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചെന്താമര പോലീസിന് നൽകിയ മൊഴികളിലുള്ളത്. സുധാകരന്റെ മരണം അബദ്ധത്തിൽ സംഭവിച്ചത് എന്നതായിരുന്നു ചെന്താമരയുടെ മറ്റൊരു മൊഴി. വടിവാൾ വലിയ വടിയിൽ കെട്ടി പറമ്പിലേക്ക് പോകുകയായിരുന്നു. ആ സമയത്ത് സുധാകരൻ സ്കൂട്ടറുമായി വന്ന് തന്നെ ഇടിക്കാൻ ശ്രമിച്ചു. അബദ്ധത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ സുധാകരന്റെ കഴുത്തിന് താഴെ മുറിഞ്ഞു. സുധാകരൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങോട്ട് വെട്ടി. ലക്ഷ്മി ഇതിനെ എതിർക്കാൻ വന്നപ്പോൾ അവരെയും വെട്ടിയെന്നാണ് ചെന്താമരയുടെ മൊഴി. ഭാര്യ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു അയൽവാസി എന്നിവരെ താൻ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന ഞെട്ടിക്കുന്ന മൊഴിയും ചെന്താമര നൽകിയിട്ടുണ്ട്. താൻ ഇന്നലെ വിഷം കഴിച്ചെന്നും വിഷം കഴിച്ചിട്ടും താൻ മരിച്ചില്ലെന്നും പ്രതി പറയുന്നുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. രാത്രി 1:30-ക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നാലെയാണ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിയെ മാറ്റുന്നത്. പ്രതിയെ മാറ്റിയത് നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണെന്നാണ് പോലീസ് പറയുന്നത്. 5 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പ്രതിയെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റുന്നത്. മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വാഹനങ്ങൾ പല കോണിലേക്ക് തിരിക്കുകയായിരുന്നു. ശേഷം പ്രതിയെ പിന്നീട് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി. ഒളിവിൽ കഴിയവേ താൻ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടെന്നും പ്രതി ചെന്താമര പറയുന്നുണ്ട്. കാട്ടാനയുടെ നേരെ മുന്നിൽ താൻ എത്തിയെങ്കിലും ആന ആക്രമിച്ചില്ല. മലയ്ക്ക് മുകളിൽ പോലീസ് ഡ്രോൺ പരിശോധന നടത്തിയത് താൻ കണ്ടിരുന്നു. ഡ്രോൺ വരുമ്പോഴൊക്കെ മരങ്ങളുടെ താഴെ ഒളിച്ചു. പലതവണ നാട്ടുകാരുടെ തിരച്ചിൽ സംഘത്തെ കണ്ടെന്നും പ്രതി വ്യക്തമാക്കുന്നുണ്ട്. 36 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ അതിനാടകീയമായാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. ഇന്നലെ വൈകിട്ട് മാട്ടായിൽ ചെന്താമരയെ കണ്ടതായി പോലീസിന് വിവരവും ലഭിച്ചിരുന്നു. മാട്ടായിൽ കണ്ടത് ചെന്താമര തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കാടിരിച്ച് രാത്രിയിലും തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ചെന്താമരയെ ആദ്യം കാണുന്നത്. കാട്ടിലേക്ക് ഓടിമറയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ കുട്ടികൾ പറയുന്നുണ്ട്. പോലീസും നാട്ടുകാരും സംയുക്തമായി പ്രദേശം വളഞ്ഞ് തിരച്ചിൽ നടത്തിയിരുന്നു. ചെന്താമര ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പരിശോധന നടത്തിയിരുന്നു. ശ്രമം വിഫലമായതോടെ ദൗത്യം താൽക്കാലികമായി പോലീസ് അവസാനിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ തുടരുകയായിരുന്നു. രാത്രി 10:30-യോടെയായിരുന്നു പിന്നീട് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ പ്രതിയെ മഫ്തിയിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.